ടീച്ചർ നമുക്ക് തുടങ്ങാമല്ലോ ടീച്ചർ? തുടങ്ങാം. നിങ്ങൾ റെഡിയാണ്? ഓക്കെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ്, മിസ്റ്റർ ബിനോജ്, മറ്റ് അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വെബിനാർ പ്ലസന്റ് ടീച്ചർ പേഴ്സോണ ഫോർ പോസിറ്റീവ് ക്ലാസ് റൂംസ് എന്ന വിഷയത്തിനെ ആസ്പദമാക്കിയാണ് ഇന്ന് നമുക്കിവിടെ വെബിനാർ നടക്കാനിരിക്കുന്നത്. അതിന് നമുക്ക് റിസോഴ്സ് പേഴ്സണായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് ടീച്ചർ നമ്മുടെ മൗണ്ട് ടാബോർ ട്രെയിനിങ് കോളേജിൽ പ്രൊഫസർ ഇൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ അതേ കോളേജിൽ തന്നെ ടീച്ചർ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചർ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഫിനാൻസ് കമ്മിറ്റീനെ കൺവീനറായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി തന്നെ ടീച്ചറിന് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടീച്ചർ കേരള സ്റ്റേറ്റ് കരിക്കുലം റിവിഷൻ എക്സ്പെർട്ട് കമ്മിറ്റിയിലും കോർ കമ്മിറ്റി ഫോർ ടെക്സ്റ്റ് ബുക്ക് റിവ്യൂ ഓഫ് കേരള സ്റ്റേറ്റിലും കേരള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ റിവിഷൻ കമ്മിറ്റിയിലും ടീച്ചർ മെമ്പറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടീച്ചർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, അതേപോലെ ടീച്ചിങ് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിലൊക്കെ എക്സ്പെർട്ടായിട്ട് ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കാഡമിക് സ്റ്റാഫ് കോളേജിൽ, NCERT-യിൽ, SCERT-യിൽ, ഇഗ്നോയിലൊക്കെ ടീച്ചർ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടീച്ചറിന്റെ കലാലയ കാലഘട്ടത്തിൽ തന്നെ ടീച്ചർ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ അവിടെ ബെസ്റ്റ് സ്റ്റുഡന്റ് അവാർഡ്, അതുപോലെ തന്നെ കോളേജ് യൂണിയൻ കൗൺസിലർ, കോളേജ് യൂണിയൻ ചെയർപേഴ്സണായിട്ടൊക്കെ ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടീച്ചർ പോസ്റ്റ് ഗ്രാജുവേഷൻ സമയത്ത് തന്നെ ടീച്ചർ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ടും അതേപോലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ ചെയർപേഴ്സണായിട്ടൊക്കെ ടീച്ചർ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ടീച്ചർ അതുപോലെ ഹയർ എഡ്യൂക്കേഷനിലും എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിലൊക്കെ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് ടീച്ചർ. പിന്നെ ടീച്ചർ അതുപോലെ സൈക്കോളജി, ഫിലോസഫി, സയൻസ്, എഡ്യൂക്കേഷനിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ട് ടീച്ചറിന്. പിന്നെ ടീച്ചർ അതുപോലെ നമ്മുടെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ ടീച്ചർ റിസർച്ച് ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ടെലിവിഷൻ അതുപോലെ തന്നെ റേഡിയോ പ്രോഗ്രാംസിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഒത്തിരി വെബിനാർ, സെമിനാർ, പ്രസന്റേഷൻ, പബ്ലിക്കേഷൻ ഒക്കെ ഒത്തിരി നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ടീച്ചർ. പിന്നെ അതുപോലെ നമ്മുടെ BEd കോളേജിലുള്ള നമ്മുടെ എല്ലാവർക്കും നമുക്ക് റോൾ മോഡലായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ടീച്ചർ. ടീച്ചറിനെ ഞാൻ നമ്മുടെ എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ കോളേജിന്റെ അധ്യാപകരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അവരെയും ഞാൻ നമ്മുടെ എല്ലാവരുടെയും പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ യൂട്യൂബിൽ ലൈവ് സ്ട്രീമിംഗ് വിട്ടിട്ടുണ്ട്. അതിൽ ഒത്തിരി അധ്യാപകർ കാണുന്നുണ്ട്, വിദ്യാർത്ഥികൾ കാണുന്നുണ്ട്. അവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ നമ്മുടെ കോളേജിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വെബിനാർ അവതരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് ടീച്ചറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ പ്രിൻസിപ്പൽ സുമിത് കുമാർ സാർ, സന്നിഹിതരായിരിക്കുന്ന അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ഏവർക്കും എൻ്റെ നമസ്കാരം. തീർച്ചയായിട്ടും വളരെ അകലെ ഇരുന്നുകൊണ്ട് അല്പസമയം നമ്മുടെ അധ്യാപനവുമായി ബന്ധപ്പെട്ട അധ്യാപകരെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അധ്യാപകൻ എന്ന നിലയിൽ അതിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ, നിങ്ങളുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ഏറ്റവും സമുചിതമായ നേതൃത്വം നൽകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾക്കായി നിരന്തരം സംഘടിപ്പിക്കുന്ന ബഹുമാനനായ പ്രിൻസിപ്പൽ സുമിത് കുമാർ സാറിനോടുള്ള ആദരവും ഇതിന് എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനവും നൽകുന്ന പ്രിയപ്പെട്ട അധ്യാപകരോടുള്ള അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും എന്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം ഇതിനോടകം തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ നേച്ചർ ഓഫ് ദ ടീച്ചർ പെർസോണ, something different from the teacher personality, maybe related to teacher personality for a positive classroom atmosphere എന്നതിനെ കുറിച്ചാണ്. നമ്മളിങ്ങനെ അകന്നിരുന്ന് സംസാരിക്കുന്നത് കൊണ്ട് ചിലപ്പോഴെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങളിൽ ചില കൃത്യത കുറവ് വന്നാൽ അത് ചിലത് കാണുന്നത് കൊണ്ട് ഉചിതമായിരിക്കും എന്നതിനാൽ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാണ്. നിങ്ങൾക്ക് എത്തിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനിയിപ്പോ അവൈലബിൾ ആണല്ലോ അല്ലേ? അവൈലബിൾ ആണ്. ഫുൾ സ്ക്രീൻ ടീച്ചർ ഒന്ന് ആക്കിയാൽ മതി. ഓക്കെ.
So the topic for today's discussion is teacher persona for positive classrooms. And I'm sure that we all have a topic related to personality in our psychology paper. And the topic itself, personality, is a very important topic for the personal well-being of each of us. ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് മാർക്ക് മേടിക്കാൻ വേണ്ടി എഴുതുന്ന ഒന്നാണ്. അങ്ങനെയല്ല, പരീക്ഷയുമായി ബന്ധം ഉള്ള ഒന്നായിട്ട് കാണുക എന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് നമ്മുടെയൊക്കെ ജീവിത പരീക്ഷകൾ ഏറ്റവും ഭംഗിയായി പൂർത്തീകരിക്കുന്നതിനായി നമ്മെ സഹായിക്കേണ്ട ചില അനിവാര്യമായ ഘടകങ്ങൾ അതിലുണ്ട് എന്ന തോന്നലാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ സംസാരിക്കുന്നത്. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അധ്യാപകർ എന്നുള്ള നിലയിലും വ്യക്തികൾ എന്നുള്ള നിലയിലും നാം പ്രയോജനപ്പെടുത്തേണ്ട ചില കാര്യങ്ങളിലേക്കാണ് നാം പോകുന്നത്. സോ ടീച്ചർ പെർസോണ ഫോർ പോസിറ്റീവ് ക്ലാസ് റൂംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ദിവസവും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. വി ഓൾ ആർ പാർട്ട് ഓഫ് ക്ലാസ് റൂംസ്. വി ഓൾ എക്സ്പെക്ട് ദാറ്റ് ദ ക്ലാസ് റൂംസ് ഷുഡ് ബി എ പോസിറ്റീവ് വൺ ആൻഡ് വി എക്സ്പെക്ട് ദാറ്റ് ദ ടീച്ചർ ഷുഡ് ഹാവ് എ പെർസോണ വിച്ച് ഇസ് ഫെസിലിറ്റേറ്റിംഗ് എ പോസിറ്റീവ് ക്ലാസ് റൂം. അതാണ് നമ്മളുടെ ആഗ്രഹം, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ആസ് ടീച്ചേഴ്സ് വി നോ ദാറ്റ് വൈൽ വി ഇന്ററാക്ട് വിത്ത് എ ഗ്രൂപ്പ് we should have certain outcomes for that. നമ്മൾ അങ്ങനെയല്ല ലെസൺ പ്ലാൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ ഏത് കാര്യവും മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ what are the expectations or what should be the outcomes? ഇത് കഴിഞ്ഞാൽ ഇതിലൂടെ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ കിട്ടണം എന്നുള്ള ചില പ്രതീക്ഷകളെ അടിസ്ഥാനമാക്കി വേണം നമ്മൾ ഏത് കാര്യവും തയ്യാറാകുക. അങ്ങനെയാണല്ലോ നമ്മുടെ തിയറി നമ്മോട് പറയുക, അല്ലേ? So I also have certain expected outcomes related to this particular session. The first one is to identify the features of a positive classroom. Our topic, there is a phrase, positive classroom. So what are the characteristics of a positive classroom? That is to be elicited from you, because you are the present students of the classroom. So എന്താണ് ഒരു പോസിറ്റീവ് ക്ലാസ് റൂമിന്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. അത് നമ്മൾ കണ്ടെത്തണം, അല്ലേ? Then what are the traits of teacher persona for this positive classroom? We have to reflect upon that. So we link the positive classroom to the teacher qualities, and finally we have to formulate a personality for positive classroom. നമ്മൾ ഇതിൽ കേൾക്കുന്നതിലൂടെ, ഇതിൽ പങ്കെടുക്കുന്നതിലൂടെ, ഞാനിത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിലൂടെ എനിക്കും ഉണ്ടാവണം, എന്നെ കേൾക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ചില പോസിറ്റീവ് കമ്പോണൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യണമെന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും, അല്ലേ? സോ ദീസ് ആർ ദ എക്സ്പെക്ടഡ് ഔട്ട്കംസ് ഓഫ് ദിസ് പർട്ടിക്കുലർ സെഷൻ. നമ്മൾ കൂടി വന്ന 1 മണിക്കൂർ സമയം ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക, അല്ലേ? ആ 1 മണിക്കൂർ സമയം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രയും കാര്യങ്ങളാണ്. സോ the presentation and the discussion will be based on these 3 outcomes. Of course, there will be many more outcomes, but these are the major outcomes that we expect that by attending this particular session, each of us will be able to identify the features of a positive classroom. We will try to reflect upon the traits of teacher persona, and we will formulate a personality for positive classrooms. ഇതിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ക്ലാസ് റൂം എന്നുള്ളതാണ്. നമ്മൾ ഈ ടീച്ചിങ് ഫീൽഡിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം while we do the content analysis, we try to identify each of the terms, each of the fact, each of the concept in a systematic manner to transact the content. അങ്ങനെയല്ലേ നമ്മൾ കോണ്ടന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഓരോ പ്രധാനപ്പെട്ട ടേം എന്താണ്, ഓരോ പ്രധാനപ്പെട്ട ഫാക്ട് എന്താണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചൂസ് ചെയ്ത് അതെങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ കുറിച്ച് നാം പഠിച്ച് അതാണ് അവതരിപ്പിക്കാറുള്ളത്, അല്ലേ? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലുള്ള പ്രധാനപ്പെട്ട ടേംസ് എന്തൊക്കെയാണ്? ഒരു കോണ്ടന്റ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. സോ പോസിറ്റീവ് ക്ലാസ് റൂം എന്നുള്ളതാണ്. സോ ദർ ആർ 3 ഫിഗേഴ്സ്, ഫിഗർ എ, ഫിഗർ ബി ആൻഡ് ഫിഗർ സി. എല്ലാം പോസിറ്റീവ് പ്ലസ് ആയിട്ടുള്ള സിമ്പലാണ്. എങ്കിലും ചില വ്യത്യാസങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? There are differences. The most appropriate symbol of positive എന്ന് നമ്മൾ പറയുന്നത് ഫിഗർ ബി ആണ്. മറ്റത് രണ്ടിനെ വേണമെങ്കിൽ പോസിറ്റീവ് എന്നൊക്കെ നമുക്ക് വായിക്കാമെങ്കിലും ഈ 3 കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ദ ബെസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഏതാണ്? ഫിഗർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്.
ഒരു മാത്തമാറ്റിക്സ് സ്റ്റുഡന്റ്, മാത്തമാറ്റിക്സ് ടീച്ചറിനെ സംബന്ധിച്ച് പ്ലസ് എന്ന് പറയുന്ന അല്ലെ പോസിറ്റീവ് എന്ന് പറയുന്ന ആ സിമ്പിളിന് ഉള്ള ഇംപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ? ഫോർ എ ബയോളജി ടീച്ചർ നമ്മൾ പറയാണ് പോസിറ്റീവ് ഇൻ ദ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഇംപ്ലിക്കേഷൻ ഉണ്ട്. അതൊരു സിമ്പിൾ സിഗ്നൽ ആണ് പലതിന്റെയും. എവിടെയാണെങ്കിലും പോസിറ്റീവ് എന്ന് പറയുന്നതിന് when we come to psychology we say be positive, then that has its own implication. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് ഒരു എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഒന്നല്പം ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ച തിയറിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. സോറി. ഓക്കെ, സോ ദർ ആർ 3 ഫിഗേഴ്സ് അല്ലെ? 1, 2, 3 മൂന്നെണ്ണം ഉണ്ട്. അതില് ഫസ്റ്റ് ഫിഗർ നോക്കുക, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിൾ തന്നെയാണ്. സെക്കൻഡ് ഫിഗറും അതെ, തേർഡ് ഫിഗർ ആകുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലേ? വാട്ട് ഈസ് ഇൻ ദ ഫസ്റ്റ് ഫിഗർ? നമുക്കറിയാം അവിടെ പോസിറ്റീവിന്റെ ഒരു പാരലൽ ലൈൻ ഉണ്ട്. പാരലൽ ലൈൻ വളരെ തിക്കായിട്ട് അതിങ്ങനെ നിൽക്കുവാണ്. ആ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ അത്ര പ്രോമിനന്റ് അല്ല. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. And in the second case, there is no parallel line. വളരെ ചെറുതാണ്, പക്ഷെ പെർപെൻഡിക്കുലർ ലൈൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പോകുന്നു. When we come to third line, the lines are not in the proper orientation. രണ്ടിനും ഇത്തിരി ചെരിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് അതുകൊണ്ട് പ്ലസ് എന്ന് പറയാനായിട്ട് പ്രയാസമാണ്. സാവധാനം അതൊരു ഇൻടു മൾട്ടിപ്ലിക്കേഷൻ എന്ന ഒരു ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. So what does this indicate? The parallel line indicate that we should have certain parallel connections in the society, or social relationship and social skills are very important. And the perpendicular line shows me my growth, my personal growth. എന്റെ സ്വന്തമായിട്ടുള്ള വളർച്ചയാണ്. എന്റെ ചിന്തകളിലൂടെ, എന്റെ കണ്ടെത്തലുകളിലൂടെ, എന്റെ സ്വയം പോഷണത്തിലൂടെയുള്ള എന്റെ വളർച്ച, എന്റെ ചിന്തകളിലൂടെ. Those things are usually termed as my cognition, especially my cognitive construction. നമ്മൾ എല്ലാവരും കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന ഒരു സൈക്കോളജി, ഒരു ഫിലോസഫിയെ ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളെ അനലൈസ് ചെയ്യാറ്. So what all things I think as my own, that is my cognition, cognitive process. But that alone is not required for the personality development. ഞാൻ എന്റേതായിട്ട് കുറെ കാര്യങ്ങൾ ചിന്തിച്ച്, ഞാൻ എന്റേതായ കുറെ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടി മാത്രം എനിക്ക് ജീവിക്കാൻ പറ്റും? ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് we believe that the constructivism is to be integrated with the cognitive as well as the social constructivism also. So social collaboration is necessary. ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. അതെനിക്ക് മനസ്സിലാവുന്ന എപ്പോഴാണ്? ഞാൻ മറ്റു ചിലരുമായിട്ട് കൂടി അതൊന്ന് പങ്കുവയ്ക്കുമ്പോഴാണ് അല്ലേ? So social relationships help me to refine my thought process continuously through the interaction of other people, through the interaction with experts. Or when we come to the philosophy of the psychology of constructivism, we say that with a more knowledgeable adult, when we come to interact with a more knowledgeable adult, we try to make refinement, modification in my own cognitive process. And this cognitive construction and social construction together contribute to the development of my knowledge. ഇത് രണ്ടും ഇല്ലാതെ എനിക്ക് വളരാൻ പറ്റുന്നു അല്ലേ? ഞാൻ തന്നെ കുറെ കാര്യങ്ങൾ ആലോചിച്ച് കൂട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. എനിക്കത് ശരിയാണോ, അതിൽ എത്രമാത്രം ശരികളുണ്ട്, അതിന്റെ ഏതെല്ലാം കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് എന്നൊക്കെ എനിക്കുള്ള ധാരണ കിട്ടുന്നത് ഞാനത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. So the two lines of this positive symbol has its own implication. The parallel line indicates that we should have appropriate social relationship and social skills, and the social skills and the social processes should help us to think in a very positive way, and that is the cognitive process. ഇത് രണ്ടും കൂടി ചേർന്നാലേ പറ്റും. പോസിറ്റീവിസം എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് എനിക്ക് തന്നെ ഉണ്ടാവേണ്ട ഒരു തിങ്കിങ് പ്രോസസ് ആണെങ്കിലും I do expect that certain social or environmental background is necessary for that. നമുക്ക് പലപ്പോഴും നമ്മുടെ പോസിറ്റീവ് തോട്ട്സിനെ ഇല്ലാതാക്കി കളയുന്നത് നമ്മുടെ ചുറ്റുപാടുകൾ അല്ലേ? എനിക്ക് ചിലപ്പോൾ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളൊക്കെ കാണും, പക്ഷെ എന്റെ അടുത്തേക്ക് വരുന്ന ആൾ അല്ലെ ഞാൻ സംസാരിക്കുന്ന ആള്, എന്റെ സാമൂഹ്യപരമായിട്ടുള്ള ചില ചുറ്റുപാടുകളൊക്കെ എന്റെ പല പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സിനെ ഇല്ലാതാക്കും.
അപ്പൊ നമുക്ക് തനിച്ച് മുമ്പോട്ട് പോകുന്നതിന് ചില പ്രയാസങ്ങളും പരിമിതികളും ഉണ്ട്. സ്റ്റിൽ വി ഹാവ് ടു ഓവർകം ദ ബാരിയേഴ്സ് ഓഫ് ദ സറൗണ്ടിങ്സ്. അത് വേണം. എല്ലാം ചുറ്റുപാടിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് വളരാമെന്ന് ചിന്തിക്കുന്നതിലും ചില അബദ്ധങ്ങളുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് ദ പോസിറ്റീവ് സിംബൽ ഇൻഡിക്കേറ്റ്സ് ദാറ്റ്, ഓർ while we think about the positive thoughts, it is essential that certain socialization, certain social relationship and the social skills are essential for developing, for sustaining the positive thoughts. എങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാവൂ. ഇവിടെ വൺ എന്ന് പറയുന്നതിൽ നാം കാണുന്ന എന്താണ്? നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് ഒക്കെ ആവശ്യത്തിനുണ്ട്. അതിൽ ഞാനങ്ങ് വ്യാപൃതയാവുകയാണ്. എന്റേതായ കോൺട്രിബ്യൂഷൻ, എന്റേതായിട്ടുള്ള ചിന്തകളൊന്നും എനിക്ക് അധികം വരുന്നില്ല. ഐ എം ഓൾവേസ് ഡിപ്പെൻഡിങ് അപ്പോൺ അതേഴ്സ് ഫോർ മൈ ഡെവലപ്മെന്റ്. ആരെങ്കിലുമൊക്കെ വരട്ടെ, ആരെങ്കിലുമൊക്കെ സഹായിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചുറ്റുപാടുകളെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ചും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ? അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ചില പരിമിതികളുണ്ട്. So when we come to the second one, I believe that I can grow as myself. I don't like to make the company of other people. I don't like to make interactions with the society. I don't believe in the social system. അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഡെവലപ്മെന്റ് അല്ലെ നമ്മുടെ ഒരു മുമ്പോട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ പ്രോസസ്സിൽ നമുക്ക് ചില പോരായ്മകൾ ഉണ്ടാവും. നമുക്കൊരിക്കലും നമ്മളെപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവ്സ് മാത്രമാണ് ശരിയെന്ന ധാരണയിൽ മുമ്പോട്ട് we will be avoiding and neglecting the multiple perspectives of each and every situation. അതൊരു പ്രശ്നമാണ്. And when we come to the third aspect, third figure, we know there is socialization. എല്ലാം ഉണ്ട്, സോഷ്യലൈസേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഇസ് എ ഡീവിയേറ്റഡ് സോഷ്യൽ പ്രോസസ്. നമ്മുടെ സമൂഹത്തിന് വഴിതെറ്റുന്നു, കുട്ടികൾക്ക് പല തെറ്റുകളും സംഭവിക്കുന്നു, കുട്ടികൾ അബദ്ധ സഞ്ചാരത്തിലാണെന്നൊക്കെ പറയുമ്പോൾ they are still a part of the group. Socialization is there, but that is not in the proper path. That's deviate. അപ്പൊ അത്തരം ഒരു ഡീവിയേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നാച്ചുറലി നിവർന്നു നിൽക്കേണ്ട നമുക്കും ഒരു വളവുണ്ടാവും അല്ലേ? ഒരു ഡീവിയേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് all socialization processes cannot be encouraged, cannot be enhanced for the personal development. We have to identify കൃത്യമായ ഒരു സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ശരിതെറ്റുകളെ കുറിച്ചുള്ള ധാരണകളിലൂടെ മുമ്പോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നേരായ രീതിയിൽ വളരാൻ പറ്റുക. അപ്പൊ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സിമ്പൽ നമ്മുടെ മുൻപിലേക്ക് ഒരുപാട് കാര്യങ്ങളാണ് വെക്കുക. when we think in an educational platform, നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അതേസമയം തന്നെ അതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ള കൃത്യമായ അപഗ്രഥനത്തിന്റെ അനിവാര്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളും നമ്മുടേതായ വിലയിരുത്തലുകളും ഒക്കെ വരുമ്പോഴാണ് നാം എന്ന് പറയുന്ന വ്യക്തി ആസ് ആൻ ഇൻഡിവിജ്വൽ, ആസ് എ യുണീക്ക് ഇൻഡിവിജ്വൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമുക്ക് ഉണ്ടാവും. So what is a positive classroom? So far we have been discussing about the positive എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലായിരുന്നു അല്ലേ? when we come to positive classroom എന്ന് പറഞ്ഞാൽ എന്താ? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു ക്ലാസ് റൂമിന്റെ പാർട്ടാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോയാൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഒരു റിഫ്ലക്ഷൻ. Do we have a positive classroom in our own institution? Or whether we have experienced such a classroom in our academic life? നമുക്ക് കിട്ടിയിട്ടുണ്ട്. The first statement, I like to spend my free time here. കോളേജിലായിരിക്കുമ്പോൾ എവിടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും സുന്ദരമായിട്ടൊരു ഫ്രീ ടൈം നിങ്ങൾ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഒരു ക്ലാസ് മുറിയിലേക്ക് വരണം. കേട്ടോ, ക്ലാസ് മുറി പലപ്പോഴും ഇഷ്ടമില്ലാത്ത സ്ഥലമായിരിക്കാം, ഏതെങ്കിലും ഒരു കോറിഡോറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർണറോ ഒക്കെ ആയിരിക്കും. എങ്കിലും when we come to the classroom, എവിടെയാണ് ഏറ്റവും എനിക്കൊരു ഫ്രീ ടൈം കിട്ടിയാൽ ഓടിപ്പോയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ് റൂം ഏതാണ്? അങ്ങനെ ഒരു ക്ലാസ് റൂം നിങ്ങൾക്കുണ്ടോ? യെസ് ഓർ നോ? Then I have proper concentration while I sit here. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, എൻ്റെ ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല കോൺസെൻട്രേഷൻ. യെസ് ഓർ നോ? ഇപ്പോൾ ഉള്ള ക്ലാസ് മുറിയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അപഗ്രഥിക്കാം. എനിക്ക് വേണ്ടത്ര ശ്രദ്ധയോടെ. ചില സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനല്ല, നമ്മുടെ ശ്രദ്ധയൊക്കെ വല്ലാതെ പതറി. പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ, അറ്റൻഷൻ. യെസ് ഓർ നോ? Now we come to the third statement. I can write or read without much inhibitions. ഞാൻ ഈ ക്ലാസ്സിലായിരിക്കുമ്പോൾ, ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് എന്തു വേണമെങ്കിലും എഴുതാൻ പറ്റും, ഒരു തടസ്സവും ഇല്ല. വായിക്കാൻ പറ്റും, എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ
പ്രത്യേകിച്ച് ഒരു നെർവസ്നെസ് ഒന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എനിക്ക്. അങ്ങനെ ഒരു ക്ലാസ് റൂം ഉണ്ടോ? ഐ ക്യാൻ ലവ് ഫ്രീലി. ഈ ക്ലാസ്സിൽ ഇരുന്നാൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ചിരിക്കാൻ പറ്റും. ചില ക്ലാസ് മുറികളിലൊക്കെ നമ്മൾ ചിരി വരുമ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ആകെപ്പാടെ കൈയൊക്കെ വെച്ച് നമ്മുടെ മുഖമൊക്കെ മൂടി വെച്ച് നമ്മൾ ചിരിക്കാനായിട്ട് പ്രേരിക്കപ്പെടാം. അങ്ങനെ ചിരിക്കേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ ചിരി എന്ന് പറഞ്ഞാൽ എത്ര നാച്ചുറൽ ആയിട്ടുള്ള, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമോഷനാണ് അല്ലേ? ഇന്നലെ ഒരു സ്മൈൽ ഡേ, ആ പുഞ്ചിരി ദിനമായി. അപ്പൊ ചിരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ സുന്ദരമായിട്ടൊരു പ്രക്രിയയാണ്. അതുപോലും മറച്ചു വെക്കേണ്ടതായി വരുന്ന ഒരു ക്ലാസ് മുറിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. യെസ് ഓർ നോ, ഐ ക്യാൻ ലാഫ് ഫ്രീലി. എനിക്ക് സ്വതന്ത്രമായിട്ട് ഒരു കാര്യം കേട്ടാൽ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ പോലും പറ്റുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ആ ക്ലാസ് മുറിയിലുണ്ട്. ഐ ഗെറ്റ് കോൺഫിഡൻസ് വൈൽ ഐ എം ഹിയർ. ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ആത്മവിശ്വാസം. ചിലപ്പോഴൊക്കെ കുട്ടികൾ പറയാറുണ്ട്, എനിക്കെല്ലാം അറിയാം മിസ്, പക്ഷെ എനിക്ക് ആ ക്ലാസ്സിലോട്ട് കയറി വന്നു കഴിയുമ്പോൾ ആത്മവിശ്വാസം എല്ലാം അങ്ങ് ചോർന്നു പോകുന്നതായിട്ട് തോന്നാറുണ്ട് എന്നൊക്കെ പറയത്തില്ല. ചില സ്ഥലങ്ങളിലോട്ട് പോകും, സെമിനാർ പ്രസന്റേഷൻ ആണ് അല്ലെ, അവിടെ ഒരു സ്റ്റേജിൽ ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുന്ന പറയുമ്പോൾ അതുവരെ എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ അവിടേക്ക് കയറിയപ്പോഴേക്കും എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ പറയാം അല്ലേ? സോ യെസ് ഓർ നോ, ഐ ഫീൽ റിലാക്സ്ഡ് ഹിയർ. ഈ ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ നല്ലൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ്. നമ്മൾ വലിയ മസിൽ പിടിച്ചൊന്നും ഇരിക്കേണ്ടതായിട്ടില്ല. എന്തും എപ്പോഴും സംഭവിച്ചേക്കാം എന്ന ഒരു അരക്ഷിതാവസ്ഥ നമുക്കില്ല. വളരെ നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടൊരു മൂഡ് ആ ക്ലാസ്സിൽ എനിക്ക് കിട്ടുന്നു. ഐ ക്യാൻ എൻഗേജ് ഇൻ ഡിസ്കഷൻ ഹിയർ. ഈ ക്ലാസ്സിലാണെങ്കിൽ എൻഗേജ് ഇൻ ഡിസ്കഷൻ മീൻസ് ഐ ക്യാൻ എക്സ്പ്രസ് മൈ ഒപ്പീനിയൻ ഇൻ എ വെരി ഫ്രീലി വേ. എനിക്ക് വളരെ സ്വതന്ത്രമായിട്ട് എന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് മുറി ഉണ്ടോ? സംശയമാണല്ലേ. നമ്മളൊക്കെ എല്ലാവരും മിനിമം ഒരു UG എങ്കിലും സ്വത്ത് നമ്മുടെ കയ്യിലുണ്ട്, ഒരു ഡിഗ്രി എങ്കിലും കയ്യിൽ ഉള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും നമുക്ക് പല ക്ലാസ്സുകളിലും നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാതെ പോകുന്നത് അല്ലേ? ഇതൊരു പോസിറ്റീവ് ക്ലാസ് റൂം അല്ല, അതുകൊണ്ടാണ്. സോ ഐ ക്യാൻ എൻഗേജ് ഇൻ ഡിസ്കഷൻ. അങ്ങനെ ഒരു ക്ലാസ് മുറി ഉണ്ടോ? ഐ തിങ്ക് ക്രിയേറ്റീവ്ലി വൈൽ ഐ എം ഹിയർ. ഈ ക്ലാസ്സിലായിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് വരാറുണ്ട്. അതോ ഉള്ള ആശയങ്ങളും കൂടെ നശിച്ചു പോവാണ്. ഐ എം ഫ്രീ ടു റെസ്പോണ്ട് ഹിയർ. എനിക്ക് എന്തും പറയാനൊരു ഫ്രീഡം. ചിലപ്പോൾ പറയുന്നതിൽ ചില തെറ്റൊക്കെ കാണും, എന്നാൽ പോലും എനിക്ക് പറയാം എന്നൊരു സ്വാതന്ത്ര്യം അവിടെ തോന്നാറുണ്ട്. ദാറ്റ്സ് എ പോസിറ്റീവ് ക്ലാസ് റൂം. ഏസോർണോ അത്തരം ഒരു ക്ലാസ് റൂം നമുക്കുണ്ടോ? ആൻഡ് ഐ ഫീൽ ഐ എം കംഫർട്ടബിൾ ഹിയർ. വളരെ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് ഈ ക്ലാസ്സിലിരിക്കുന്നത്. So these are some of the features of a positive classroom. പോസിറ്റീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് മുറി എന്ന് പറയുന്ന ഒരു ജീവനില്ലാത്ത ഒരു 4 ഭിത്തികളെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അതിലിരിക്കുന്ന ജീവനുള്ള എന്റെ അവസ്ഥയാണ് പോസിറ്റീവ് ആണോ അല്ലയോ തീരുമാനിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് മുറി യെസ് ഓർ നോ എന്ന് പറഞ്ഞ മിനിമം നമ്മൾ ഈ പറഞ്ഞ 10ൽ 5 എങ്കിലും യെസ് എന്ന് പറയാനുള്ള ഒരു റൂം, ഒരു സ്പേസ് നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് വി ഹാവ് എ പോസിറ്റീവ് ക്ലാസ് റൂം. എന്തും പറയാൻ പറ്റുന്ന, ഒന്ന് ചിരിക്കാൻ പറ്റുന്ന, എന്റെ ഏറ്റവും നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് പങ്കുവയ്ക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ശ്രദ്ധയുണ്ടാകും, എല്ലാവരുമായിട്ട് ഇടപെടാൻ പറ്റും. അത്തരം ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടോ എനിക്ക് എന്ന് പറഞ്ഞാൽ it is not possible for a learner alone to create such a class. ഒരു കുട്ടിയല്ല അല്ലേ, കുട്ടികളും അതിന്റെ ഭാഗമാണ്. പക്ഷെ ഒരു കുട്ടി വിചാരിച്ചാൽ മാത്രം അത്തരം ക്ലാസ് മുറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നില്ലെന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ എന്തുകൊണ്ട് നമുക്കങ്ങനെ അതിലേക്ക് വരാൻ പറ്റുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലായിരുന്നു. സോ വാട്ട് ഈസ് പോസിറ്റീവ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവിൽ തന്നെ ഉണ്ട് ഒരു സിറ്റ്. Where do I sit in a very comfortable and relaxed way, where I am confident in my activities, where my potentials, my talents, my abilities are getting enhanced. എനിക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ അധ്യാപകരൊന്നും കയറി വരുന്നില്ല, അവിടെ ഒന്നും ടീച്ചിങ് പ്രോസസ് നടക്കുന്നില്ല എന്നില്ല. whatever the activities going on in the classroom, I can sit in a very relaxed way and I can think in a very proper way. I have my own nourished thought process there. ഏറ്റവും നല്ല ചിന്തകൾ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോ?
അതോ ഇതിൽ കാണിച്ചിരിക്കുന്ന ഇമോജികൾ പോലെയാണോ ഇപ്പോഴത്തെ നമ്മുടെ ക്ലാസ് മുറി? ഭയാനകമായ, സങ്കടകരമായ, വിദ്വേഷം ഉണ്ടാക്കുന്ന, ചിലപ്പോഴെങ്കിലും ചില പുച്ഛങ്ങളൊക്കെ തോന്നുന്ന, എന്താണ് ഇപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിക്കുന്ന തരത്തിൽ നാം ക്ലാസ്സിലിരിക്കേണ്ടി വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു പോസിറ്റീവ് ക്ലാസ് റൂം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അല്ലേ? So we have certain expectations related to a positive classroom that we have seen right now. ഇനി നമ്മൾ തന്നെ വിചാരിച്ച അതൊരു പോസിറ്റീവ് ക്ലാസ് റൂം ആകുമോ എന്ന് ചോദിച്ചാൽ ആകും. ടീച്ചറുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പലപ്പോഴും ക്ലാസ് മുറികളെ വളരെ പോസിറ്റീവ് ആക്കി മാറ്റാം, അല്ലേ? വളരെ രസകരമായിട്ട് പണ്ട് കുട്ടികള് ടീച്ചേഴ്സ് ഡേ ഒക്കെ ആകുമ്പോൾ മെസ്സേജസ് അയക്കുന്ന കൂട്ടത്തിൽ ഒരു നല്ല തമാശ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, we expect that the class should be like a park. Our classroom is like a park. We enjoy there, we laugh there, we play different games there, we have food together there. It's just like a park in all ways. But as soon as the teacher enters, it changes to Jurassic Park. എന്താണ് കുട്ടികൾ പറയാറ്, അല്ലേ? അപ്പൊ ടീച്ചറാണോ അവിടുത്തെ ഒരു സന്തോഷം നശിപ്പിച്ച് കളയുന്ന ഘടകം? ടീച്ചറും കൂടി വരുമ്പോൾ കൂടുതൽ ഇരട്ടി സന്തോഷം ഉണ്ടാക്കാൻ വഴിയുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം, അല്ലേ? അപ്പൊ എന്താണ് ഒരു പോസിറ്റീവ് ക്ലാസ് റൂം എയിം ചെയ്യുന്നത്? We have the educational philosophy related to the different aims of education, and we know what are the 4 pillars of education according to UNESCO. The Delors report present that there are 4 aims of education, 4 goals of education, which you might have learned already. We learn to know, we learn to do, we learn to live together, and we learn to be. ഇവയാണ് 4 ലക്ഷ്യങ്ങളായിട്ട് ആഗോളതലത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് കണക്കാക്കിയിട്ടുള്ളത്. നാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. അറിഞ്ഞ് വെറുതെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. We have to do something positively, constructively. So that's the second one. ഇനി നമ്മൾ പലതും അറിയുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മള് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആകാൻ വേണ്ടിയല്ല. We have to live together. ഒരുമിച്ചായിരിക്കുന്നതിന്റെ മഹത്വം മനസ്സിലാക്കേണ്ടതായി. പലപ്പോഴും നമുക്ക് വേർപിരിഞ്ഞും അല്ലെങ്കിൽ ഒഴിവാക്കിയും ഒക്കെ മുമ്പോട്ട് പോകാനാണ് തോന്നുന്നതെങ്കിലും എങ്ങനെയാണ് ഒരുമിച്ചായിരിക്കേണ്ടത് എന്നത് നമ്മുടെ അറിവിനെ അതിലേക്ക് നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. That's live together. And the next is we learn to be, learning to be. നാമായി തീരുന്നതിനു വേണ്ടിയാണ് പഠിക്കുന്നത്. എന്റെ മുൻപിലിരിക്കുന്ന ഓരോ കുട്ടിയും യഥാർത്ഥത്തിലുള്ള കുട്ടിയായി മാറുന്നതിന് വേണ്ടിയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. Teaching and learning both are interrelated process in relation to this goals. Be എന്ന് പറഞ്ഞാൽ ആയിത്തീരുക, അല്ലേ? നമ്മളായിത്തീരണം. നമ്മളായിത്തീർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പൊ 2 ഡിഗ്രി ഒക്കെ ഇല്ലേ മിനിമം. ഇനിയിപ്പൊ BEd കൂടെ കിട്ടിക്കഴിയുമ്പോൾ 1 ഡിഗ്രി ഉണ്ടാകും. ഇത്രയും ഡിഗ്രി എടുത്തിട്ട് നിങ്ങൾ ആര്? നിങ്ങൾ, അല്ലേ? നമ്മളോട് പലരും ഈ കാലം അത്രയും പറയുന്നത് എന്താണ്? നിങ്ങൾ അവരെ പോലെയാണ്, നിങ്ങൾ ഇവരെ കണ്ടുപിടിക്കുക, നിങ്ങൾക്ക് അവരുടെ ചില ഗുണങ്ങളെങ്കിലും ഒക്കെ മനസ്സിലാക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെയൊക്കെ വേറെ ആരോ ആകാൻ വേണ്ടിയുള്ള വല്ലാത്ത സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറ്. ടു ബി എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണ്? എനിക്ക് വേറൊരാളാകുക അസാധ്യമാണ്. അങ്ങനെയാണല്ലോ എന്നെ പൂർണ്ണമായി കണ്ടെത്തി അതിന്റെ പൂർണ്ണതയിലേക്ക് ഞാൻ എത്തിച്ചേരാൻ പറ്റും. അതാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതിനാണ് പഠിക്കുന്നത്, അതിനാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പോസിറ്റീവ് ക്ലാസ് റൂം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, place to develop my unique abilities to be. എനിക്ക് ഞാനായി തീരാൻ എനിക്ക് പ്രേരണ കിട്ടുന്ന ഇടമാണ് ഒരു പോസിറ്റീവ് ക്ലാസ്. ആ ക്ലാസ്സിൽ വേറെ ഒരുപാട് കുട്ടികളൊക്കെ കാണും. എല്ലാവർക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ, അല്ലേ? അപ്പൊ അവരെ പോലെ ഒന്നും ആകാൻ വേണ്ടിയല്ല, എനിക്ക് ഞാനാണ്. എനിക്ക് യുണീക്ക് ആയിട്ടുള്ള ചില എബിലിറ്റീസ്. ഐ ഹാവ് മെനി ലിമിറ്റേഷൻസ്, many deficiencies, many problems, but still I have certain abilities. What are those abilities? Those things are to be identified. Those things are to be nourished and to be. അതിലേക്ക് ഞാൻ എത്തിപ്പെടാം. അങ്ങനെ എനിക്ക് എന്നെ കണ്ടെത്തി വളരാൻ പറ്റുന്ന ഒരിടമുണ്ടെങ്കിൽ സത്യത്തിൽ അതിനേക്കാൾ സന്തോഷകരമായ മറ്റൊരിടം. നിലവിൽ അതല്ല പ്രശ്നം. നമ്മൾ എല്ലാവരും മറ്റെന്തോ ആയിത്തീരാനുള്ള പരിശ്രമത്തിലാണ്. അതുകൊണ്ടാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്, try to be the first version of yourself and that will be the best version. Don't try to be the second, third or the 10th edition of somebody else. First edition നമ്മുടെ തന്നെ ഫസ്റ്റ് എഡിഷൻ ആണ്.
ആലോചിച്ച് നോക്കിയാൽ അല്ലല്ലേ, നമ്മൾ എന്ത് നാടകം കളിച്ചായി ജീവിക്കുന്നു അല്ലേ? ആരെയൊക്കെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ആരെയൊക്കെയോ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയും പല എഡീഷനെയും നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതൊന്നും നമ്മുടെ റിയൽ എഡീഷനേ അല്ല. സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് എഡീഷൻ? അത് കണ്ടെത്തി അതിനെ നറിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് എനിക്ക് എന്നെ കണ്ടെത്തുന്ന ഇവിടം ഉണ്ടാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആസ് ടീച്ചേഴ്സ് വൈ വി ഗോ ടു ദ സ്കൂൾസ് ഇൻ ക്ലാസ് റൂംസ്, ഓൾ സ്റ്റുഡൻസ് ഹാവ് ദ സെയിം എക്സ്പെക്ടേഷൻ. അവനെ നോക്കുക, അവളെ നോക്കുക എന്ന് പറഞ്ഞാൽ അതോടെ അത് അസ്തമിക്കുക അല്ലേ? നീ ആരാ? നിന്നെ തന്നെ നീ കണ്ടെത്തി വളരുക എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് നാം മാറണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ എ പോസിറ്റീവ് ക്ലാസ് റൂം ഈസ് എ പ്ലേസ് വേർ ഐ ഗെറ്റ് മൈ ഓൺ ഐഡന്റിറ്റി, വേർ ഐ ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് മൈ സ്കിൽസ്, മൈ ടാലൻസ് and refine my attitudes and redefine myself. And when we come to the teacher persona, I'm sure that the word personality is very familiar for you, and the term personality is derived from the word persona, mask എന്നൊക്കെ meaning ഉണ്ട്. However, what are the roles to be assumed by a person? അതാണ് ഒരു persona എന്നതിന്റെ ഒരു പ്രായോഗിക തലത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു അർത്ഥം എന്ന് പറയുന്നത്. മാസ്ക് എടുത്ത് വെക്കുന്നു എന്നുള്ളതല്ല. What are the roles? Sometimes we have to wear many masks for the survive. അതിനെ ഒരു ഹിപ്പോക്രസി എന്ന് പറയാൻ പറ്റും, എല്ലായ്പ്പോഴും അങ്ങനെ പറയാൻ പറ്റും. What are the roles to be assumed? നമ്മളൊരു ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മുടെ റോൾസ് എന്തൊക്കെയാണ്? And the society has its own expectations about a teacher. അല്ലേ? ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, ടീച്ചർക്ക് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എത്ര മാത്രം കാര്യങ്ങളാണ് പറയുക. ടീച്ചർ കുറെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ഒന്നുമില്ല അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് പറ്റും. ഇത്ര അധികം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും. Are we capable of performing all these things? ടീച്ചർ കെയറിങ് ആയിരിക്കണം, ടീച്ചർ പാഷനേറ്റ് ആയിരിക്കണം, ടീച്ചർ വളരെ ഹംബിൾ ആയിരിക്കണം, ക്രിയേറ്റീവ് ആയിരിക്കണം, റിസോഴ്സ്ഫുൾ ആയിരിക്കണം, ഹ്യൂമറസ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം കൂടെ എവിടെ ഒപ്പിക്കുന്നു അല്ലേ? അതൊരു വലിയ ചാലഞ്ചാണ്. And more than that, we all have our own personal realities, and we are expected to assume a public personality. നമുക്കൊരു പ്രൈവറ്റ് റിയാലിറ്റി എല്ലാ വ്യക്തികൾക്കും. എത്രമാത്രം ആ പ്രൈവറ്റ് റിയാലിറ്റി നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെന്റ് ആണ്, പല വ്യക്തികളെ സംബന്ധിച്ചും വ്യത്യസ്തമാണ്. ആൻഡ് വി ഹാവ് ടു പ്രസന്റ് എ പബ്ലിക് പേഴ്സണാലിറ്റി. ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ഒരു പബ്ലിക് പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. That may not be the same as my private reality. അല്ലേ? വ്യക്തിപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അപ്പാടെ നമ്മുടെ പബ്ലിക് പേഴ്സണാലിറ്റിയിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പലപ്പോഴും സാധിക്കണം എന്നില്ല, സാധിക്കുന്നത് ഉചിതമാകണമെന്നില്ല, വ്യത്യസ്തമാണ്. സോ ദിസ് ഇസ് എ കോൺഫ്ലിക്റ്റ്. എന്തുകൊണ്ടാണ് ഇതൊരു കോൺഫ്ലിക്റ്റ് ആകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒരു ക്ലാസ് മുറിയിൽ എപ്പോഴെങ്കിലും ഒരു ടീച്ചർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ടോ, അനുവാദമുണ്ടോ? First one, I'm very tired today, so I can teach you. Please read silent. ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറിലേക്ക് പോകാം. ഒരുപക്ഷെ BEd ക്ലാസ് മുറികളിൽ കുറച്ചുകൂടെ നിങ്ങൾ മുതിർന്ന കുട്ടികളായതുകൊണ്ട് അധ്യാപകരെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞേക്കാം അധ്യാപകർ അല്ലേ? ബട്ട് വെൻ വി ഗോ ടു എ സ്കൂൾ, എനിക്കിത് ഭയങ്കര ക്ഷീണം കേട്ടോ, നിങ്ങൾ അവിടെ ഇരുന്ന് എന്റെ കൊച്ചുങ്ങളെ വല്ലതും വായിച്ചു, മൗനമായിട്ടിരുന്ന് വായിക്കും എന്ന് പറയാൻ പറ്റും. എനിക്ക് ക്ഷീണമാണ് എന്ന് ഒരു ടീച്ചർക്ക് കുട്ടികളോട് പറയാൻ പറ്റുമോ? എത്ര വലിയ ക്ഷീണമാണെങ്കിലും ടീച്ചർ അത് മറച്ചു വെച്ചുകൊണ്ടാണ് ക്ലാസ്സിൽ പോവുക അല്ലേ? സോ ദ പ്രൈവറ്റ് റിയാലിറ്റി എവിടെയാണ്? വാട്ട് ഈസ് ദ പബ്ലിക് പേഴ്സണാലിറ്റി? I couldn't prepare today because I had guests at home yesterday. അങ്ങനെ പറയാൻ പറ്റും. ഞാനിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച വന്നത് കേട്ടു, പക്ഷെ ഇന്നലെ രാത്രി വൈകുന്നത് വരെ എന്റെ വീട്ടിൽ ആകെ ഗസ്റ്റ് ആയിരുന്നു, ഒരുപാട് കുക്ക് ചെയ്യേണ്ടി വന്നു, അങ്ങനെ ചെയ്യേണ്ടി വന്നു, ഇങ്ങനെ ചെയ്യേണ്ടി വന്നു, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല കേട്ടു. അങ്ങനെ പറയാൻ ടീച്ചർക്ക് പറ്റുമോ? ഒരു ടീച്ചറും അങ്ങനെ പറയും അല്ലേ? So the private reality is different. I don't like the HM of the school, so I am not ready to obey him.
എത്രയോ അധ്യാപകർക്ക് അവിടെയുള്ള മറ്റ് അതോറിറ്റി ആയിട്ടുള്ള ഒക്കെ ആയിട്ട് ക്ലാഷസ് ഒക്കെ കാണും, പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ കാണും. പക്ഷെ ഒരിക്കലും അധ്യാപകർ ക്ലാസ് ചെയ്യുന്ന കുട്ടികളോട് പറയാം, അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ പറയുന്നു, ഹെഡ് മിസ്ട്രസ് പറയുന്നു എന്ന് ഞാൻ ചെയ്തില്ല, നിങ്ങൾക്ക് നാളെ മുതൽ ടെസ്റ്റ് നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഞാൻ ഹെഡ് മാസ്റ്റർ പറയുന്ന അനുസരിക്കത്തില്ല എന്ന് നമ്മൾ പറയത്തില്ല. നമുക്ക് ഹെഡ് മാസ്റ്ററോട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണും. ഒരു ശരിയായ സമയത്തായിരിക്കത്തില്ല എക്സാമിനേഷൻ നടത്തുന്നത്, എങ്കിലും നമ്മൾ അത് കുട്ടികളോട് ഒരിക്കലും പറയാറ്. ഐ ഹാവ് എ ബേബി ഓഫ് 5 months, ഐ വിൽ ലീവ് ഏർലി. ഒരു ടീച്ചർക്ക് കുട്ടികളോട് പറയാൻ പറ്റും, ഇന്നോ അല്ലെ എന്നും എനിക്ക് നേരത്തെ പോയിട്ട് കുഞ്ഞു വളരെ കുഞ്ഞു കൊച്ചാണ്. ഇതൊരു റിയാലിറ്റിയാണ്. എല്ലാ അധ്യാപകർക്കും കൊച്ചു കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട്. പക്ഷെ ഒരു അധ്യാപകരും ക്ലാസ്സിൽ കുട്ടികളോട് പറയാറില്ല, ഞാൻ അതുകൊണ്ട് നേരത്തെ പോവുകയാണ്. ഐ ഹാവ് ഐ പ്രോബ്ലം, ഐ വിൽ നോട്ട് ഇവാലുവേറ്റ് യുവർ ആൻസർ പേപ്പർ. എനിക്ക് കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ഉണ്ടല്ലോ, എനിക്ക് ഈ പേപ്പർ മുഴുവൻ നോക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് കുട്ടികളോട് പറയൂ? ഒരിക്കലുമില്ല. എത്ര അധ്യാപകർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ആൻസർ ഷീറ്റ് മുഴുവൻ നോക്കാൻ കിടക്കും, കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ആണ്, എപ്പൊ നോക്കി തീർക്കുമെന്ന് അറിഞ്ഞൂടാ. ഐ ഹാവ് ബാക്ക്, സോ ഐ വിൽ സിറ്റ് ആൻഡ് ടീച്ച്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്കൂളിൽ അങ്ങനെ ഒരു സംവിധാനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? വേണേ ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ഒരു ടീച്ചർ അങ്ങനെ ഇരിക്കാൻ പോലും നമ്മുടെ സ്കൂളുകളിൽ അനുവാദമില്ല. ഇരുന്ന് പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു എഴുതപ്പെട്ട നിയമമൊന്നും അല്ലെങ്കിലും പ്രായോഗിക തലത്തിൽ അതൊരു വലിയ നിയമമാക്കി മാറ്റിയിരിക്കുന്നു. ഒരു അധ്യാപകർക്ക് ഇരിക്കാൻ സ്വാതന്ത്ര്യം, ഇരുന്ന് പഠിപ്പിക്കാറില്ല, അല്ലേ? പക്ഷെ നടുവിനും വേദന കാണും, ശരീരം ആകമാനം വേദന കാണും, പനി കാണും, രോഗങ്ങൾ കാണും, ഒക്കെ കാണും. I am busy with parliament election with the candidate. I have to go, so you revise the chapter. അധ്യാപകർക്ക് അവരുടേതായ രാഷ്ട്രീയ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് അധ്യാപകർ, അല്ലേ? സോ പൊളിറ്റിക്സ് അതൊരു പേഴ്സണൽ ആസ്പെക്റ്റ് ആണ്. പക്ഷെ ഓരോ അധ്യാപകരും ക്ലാസ് ചെന്ന് കുട്ടികളോട് പറയും, എനിക്ക് അതിന് പോകേണ്ടതായിട്ടുണ്ട്, ഞാനതുകൊണ്ട് പഠിപ്പിക്കുന്നില്ല. ഇല്ല. ബട്ട് ഓൾ ദീസ് ആർ പ്രൈവറ്റ് റിയാലിറ്റീസ്. തീർച്ചയായിട്ടും വളരെ എസെൻഷ്യൽ ആയിട്ട് ഇതില്ലാതെ ഇത്തരം കാര്യങ്ങളൊന്നും പ്രൈവറ്റ് ആയിട്ടില്ലാത്ത ഒരു വ്യക്തിയില്ല. ബട്ട് വാട്ട് ഈസ് ദ പബ്ലിക് പേഴ്സണാലിറ്റി വി ഡിസ്പ്ലേ ബിഫോർ അതേഴ്സ്, അല്ലേ? വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു മറ്റേതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഇത്തരം ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കേണ്ടി വരുന്നത് ടീച്ചിങ്ങിലാണ്. Sometimes it is very difficult to make a resonance between this private reality and the public personality. രണ്ടും കൂടെ അങ്ങ് മാച്ച് ചെയ്യാതെ ഇങ്ങനെ അങ്ങ് പോവാം. സോ ദ സ്ട്രെസ് ഓൾസോ വിൽ ബി വെരി ഹൈ, അല്ലേ? മറച്ചു വെക്കേണ്ടതായി പലതും വരുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടുവാണ്. അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ടീച്ചർക്ക് ഒരു പോസിറ്റീവ് ക്ലാസ് റൂം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? സോ ദ 5P of teacher personality is important. First one is we have to prioritize. 5 മാസമുള്ള കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടതെങ്കിൽ ഐ ക്യാൻ ടേക്ക് എ ലീവ്, അല്ലേ? ഞാൻ വീട്ടിൽ ഇരുന്നാ മതി. ഇഫ് ഐ എം സഫറിങ് ഫ്രം ബാക്ക് ഏക്ക് ഓർ ഫീവർ, ക്ലാസ്സിൽ കുട്ടികളുമായിട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഐ ഹാവ് ടു പ്രയോറിറ്റൈസ്. ഞാൻ വീട്ടിൽ ഇരുന്നാ മതി. അല്ലെങ്കിൽ സ്കൂളിൽ ചെന്നാൽ വിത്ത് ദ പെർമിഷൻ ഓഫ് ദ അതോറിറ്റി ഞാൻ വേണമെങ്കിൽ മാറിയിരിക്കാം, മറ്റൊരാളെ വിടാം. സോ വി ഹാവ് ടു പ്രയോറിറ്റൈസ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് കുറയ്ക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. പാസിഫൈ ദി സെൽഫ്. വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഓരോ അധ്യാപകരെ പഠിപ്പിക്കുന്നത്. അധ്യാപകരൊക്കെ മനുഷ്യരാണ്, അല്ലേ? അപ്പൊ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശാന്തരാക്കുക. ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഇത്രയും വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ it is not essential that the teacher is there to transact the content only. ഈ പുസ്തകം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് ടീച്ചർമാർ ഒരിക്കലും ആവശ്യമില്ല. അത് എത്ര ഭംഗിയായിട്ട് തരാൻ നമുക്ക് എത്രയോ മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ അപ്പുറത്തേക്ക് മാനുഷികമായി ചില ബന്ധങ്ങൾ കുട്ടികളുമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ശാന്തമായ ഒരു മനസ്സാണ്. ശാന്തമായ മനസ്സെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ സ്റ്റേബിൾ ഇമോഷണൽ സ്റ്റാറ്റസ്, ഒരു ഭദ്രമായ വൈകാരിക അവസ്ഥയുണ്ട്. അപ്പൊ നമ്മുടെ ഈ ദുഃഖ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന്
തൽക്കാലത്തേക്ക് ശാന്തമാക്കി വെച്ചിട്ട് വേണം ക്ലാസ് മുറിയിലേക്ക് വരിക. മെയിൻറ്റെയിൻ an emotional equilibrium. While we learn the theory of Piaget, we know, well, we try to define learning as the process where the learner moves from disequilibrium to equilibrium through assimilation and accommodation, like that. So from disequilibrium to equilibrium, ആ ഒരു സ്ട്രൈവ് അതാണല്ലോ എപ്പോഴും നടക്കുന്നത്. അതിലേക്കുള്ള ഒരു മൂവ്മെന്റ്. അപ്പൊ അതിലേക്കൊരു കുട്ടിയെ നയിക്കണമെന്നുണ്ടെങ്കിൽ the teacher should have an emotional equilibrium. വൈകാരിക സന്തുലനാവസ്ഥ ഇല്ലാത്ത അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ അധ്യാപനം അവരാണ് ക്ലാസ്സിനെ നെഗറ്റീവ് ആക്കി മാറ്റുന്നത്. നെഗറ്റീവ് ക്ലാസ് റൂമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാസിഫൈ ദ സെൽഫ്. നമ്മളെ തന്നെ എപ്പോഴും ഒന്ന് സന്തുലനാവസ്ഥ കൊണ്ടുവരണം. ഞാനൊരു നല്ല എക്സാമ്പിൾ പറയാം. വി ഓൾ ഹാവ് ലേൺഡ് ദ ലെഷാർലിയർ പ്രിൻസിപ്പിൾ. ലെഷാർലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ കെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിളാണ്. നമ്മളെല്ലാവരും 8ാം ക്ലാസ് 9ാം ക്ലാസ് അറ്റ്ലീസ്റ്റ് 10th അല്ലെങ്കിൽ എല്ലാവരും CBSE കേരള സ്റ്റേറ്റ് ഡിഫറെന്റ് ഇതിൽ വരുന്നുണ്ട്. നമ്മൾ പഠിച്ചതാണ്. കെമിസ്ട്രിക്കാർ ഇപ്പോഴും അത് ഓർത്തിരിക്കുന്നുണ്ടായിരിക്കും. വാട്ട് ഈസ് ലെഷാർലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു കെമിക്കൽ സിസ്റ്റം അതിപ്പോ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുവാണ്. ബട്ട് അതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിൽ ഒരു മാറ്റം വന്നാൽ പെട്ടെന്ന് അത് ഡിസീക്വിലിബ്രിയത്തിൽ, കോൺസെൻട്രേഷൻ, വോളിയം, വാട്ടവർ, അതിലൊരു ചെറിയ ചേഞ്ച് വന്നാൽ അതൊരു ഡിസീക്വിലിബ്രിയത്തിലേക്ക്. ബട്ട് ദ സിസ്റ്റം വിൽ readjust itself to maintain the equilibrium immediately. ആ രാസവ്യൂഹം വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ സന്തുലനാവസ്ഥ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു സ്വയം പ്രക്രിയയിലൂടെ കടന്നു. ഒരു രാസവ്യൂഹം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തൊരു കെമിക്കൽ സിസ്റ്റത്തിന് ഇത്ര എളുപ്പത്തിൽ അതിന്റെ ഇക്വിലിബ്രിയത്തിലേക്ക് തിരിച്ചു വരാമെങ്കിൽ ഇത്രയും ചിന്താശേഷിയുള്ള നമുക്കെന്തുകൊണ്ട് നമ്മുടെ അസന്തുലിതാവസ്ഥകളിൽ നമ്മെ തന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാതെ പോകുന്നു അല്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിനോട് നമ്മൾ പറയണം, മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം. എന്തോ ചില വേരിയബിൾ ഒക്കെ മാറി മറിഞ്ഞിട്ടുണ്ട്. ചിലർ വന്ന് ചില കമന്റ്സ് ഒക്കെ പറഞ്ഞു, ചിലർ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, ചിലർ നമ്മളെ കണ്ടപ്പോൾ ചിരിച്ചില്ല, ചിലർ നമ്മളെ നോക്കി പരിഹസിച്ച് ചിരിച്ചു, ചിലർ നമ്മെ നോക്കി വിമർശിച്ചു. പെട്ടെന്ന് ചില വേരിയബിൾസിൽ മാറ്റം വരും. അപ്പൊ എന്ത് ചെയ്യണം? The system should adjust itself to maintain the equilibrium immediately. അതൊക്കെ അങ്ങനെ നടക്കട്ടെ, അതൊക്കെ അങ്ങനെ പറയട്ടെ, ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കട്ടെ. I have to maintain my equilibrium. അതാണ് പാസിഫൈ ചെയ്യുന്നത്. അല്ലാതെ അധ്യാപകർക്ക് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോയാലേ ക്ലാസ്സിൽ പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. Then prepare yourself. So how to prepare for teaching? അത് നമ്മൾ B.Ed കോഴ്സിൽ മുഴുവൻ നമ്മൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് അല്ലെ? അതാണ് നമ്മൾ ചെയ്യുന്നത്. How to prepare? And present yourself. Present yourself in the sense that present the content, present your confidence, present your talents, your skills in the class. എല്ലാം കൂടെ ചേർന്നാണ്. വെറുതെ പുസ്തകത്തിലുള്ളത് മാത്രമല്ല പ്രസന്റ് ചെയ്യുന്നത്. പ്രസന്റ് യുവർ സെൽഫ്. ഇത്രയും വലിയ ഇമോഷണൽ സ്ട്രെസ്സിനെയൊക്കെ ശാന്തമാക്കി ക്ലാസ്സിൽ വരാൻ എനിക്ക് കഴിവുണ്ടെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള ചില ക്വാളിറ്റീസ് ഉണ്ട്. That should be displayed in the class. Present and participate. Participate in the sense that we have to actively engage as a teacher in the school, in the classroom, with the students, with all the activities. നമ്മൾ എവിടെയും മാറി നിൽക്കേണ്ടവരല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. So this is important. Then when we come to the theories, ഒരുപക്ഷെ പേഴ്സണാലിറ്റി തിയറി ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പേഴ്സണാലിറ്റി തിയറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തിയറികൾ എങ്ങനെയാണ് നമ്മെ ഇതിന് സഹായിക്കുന്നത് എന്നൊന്നും അറിയുന്നത് നന്നായിരിക്കും. The first one is the psychoanalytic theory by Sigmund Freud. അദ്ദേഹം പറയുന്നത് മനുഷ്യ മനസ്സിന് 3 പ്രധാനപ്പെട്ട ശക്തികളുണ്ട്. മനസ്സിനെ എപ്പോഴും നിയന്ത്രിക്കുന്ന 3 ശക്തികളാണ്. ഈ 3 ശക്തികൾ തമ്മിലുള്ള സംഘർഷം നടന്നുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യനുള്ള മൃഗീയമായ എല്ലാ അംശങ്ങളും ചേർന്നതിന് പറയുന്ന പേരാണ് ഇമ്പൾസ്. ഒരു മനുഷ്യനിൽ ഒരു മാലാഖയുടെ, ധാർമ്മികതയുടെ അംശങ്ങളുണ്ട്, നന്മയുടെ ഒരുപാട് നല്ല അംശങ്ങൾ. അതിന് പറയുന്ന പേരാണ് സൂപ്പർ ഈഗോ. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ആ മനുഷ്യൻ എന്ന് പറയുന്ന ആൾ, ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എപ്പോഴും ഈ ഒരു സമ്മർദ്ദത്തിലാണ്. ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്, ഞാൻ ഏതിന്റെ പക്ഷം പിടിക്കുന്നു എന്നതുപോലെ ഇരിക്കും. ദാറ്റ് ഇസ് മൈ ഈഗോ. ദാറ്റ് ഇസ് ദ റിയൽ സെൽഫ്. എന്നിലെ മൃഗമാണ് എന്നെ നയിക്കുന്നതെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ മൃഗീയമായി. എന്നിലെ ധാർമ്മികതയാണ് എന്നെ നയിക്കുന്നതെങ്കിൽ
ഞാൻ ആ ധാർമ്മികതയുടെ വഴിയിലൂടെ നയിക്കും. Each and every instance of the life is guided through these three forces എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയാണ്. നമുക്കിപ്പോ ഒരു ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്, ക്ലാസ്സിൽ ഇരിക്കുകയാണ് നമ്മളിങ്ങനെ. അപ്പൊ എനിക്ക് ഉറക്കം വരും. ഉറക്കം വരുമ്പോ എന്റെ ഈ ഇമ്പൾസ് എന്ത് പറയുമെന്ന് അറിയാമോ? ഉറങ്ങിക്കൂ, അതൊരു ഫിസിക്കൽ പ്രോസസ് അല്ലേ, ശരീരത്തിന് ഉറക്കം ആവശ്യമില്ല, നീ ഉറങ്ങ്. അതാണ് നമ്മുടെ ഈ ഇമ്പൾസ് പറയുന്നത്. സൂപ്പർ ഈഗോ അത് നമ്മുടെ ധാർമ്മികതയാണ്. സൂപ്പർ ഈഗോ എന്ത് പറയും? അയ്യോ അങ്ങനെ ഉറങ്ങരുത് കേട്ടോ, ക്ലാസ് നടക്കുവാണ്, ടീച്ചർ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്, ശരിയല്ല, ഇത് ശരിയല്ല കേട്ടോ എന്ന് പറയും. സോ ദീസ് ടു ഫോഴ്സസ് ആർ ഇന്ററാക്ടിങ്. രണ്ടും കൂടി ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടിരിക്കും. അവിടെ സൂപ്പർ ഈഗോ വിജയിക്കുന്നത് കൊണ്ടാണ് ഉറക്കം വരുന്നെങ്കിലും നമ്മൾ കണ്ണു മിഴിച്ച് ടീച്ചറെ നോക്കിയിരിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നുമില്ല, പക്ഷെ എന്റെ സൂപ്പർ ഈഗോ പറഞ്ഞു ശരിയല്ല ഉറങ്ങണതെന്ന് പറഞ്ഞതിനാൽ ഞാൻ കണ്ണും മിഴിച്ചങ്ങ് നോക്കിയിരിക്കുക അല്ലേ. ഏത് കാര്യം എടുത്താലും ഇവര് തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ്, നമ്മൾ ഏത് വശത്തേക്ക് പോകുന്നു എന്നതനുസരിച്ചിരിക്കും നമ്മുടെ റിയൽ ഈഗോ എന്ന് പറയും. നമ്മളൊരു വലിയ ക്രിമിനലിനെ അസസ് ചെയ്താൽ ആ ക്രിമിനലും ഉണ്ട് ഈ മൊറാലിറ്റിയുടെ അംശം. പക്ഷെ ക്രിമിനലായി മാറുന്ന എന്തുകൊണ്ടാണ്? ഈ ഇമ്പൾസിന് കൂടുതലായി ചെയ്യപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ഏത് വലിയ ആത്മീയ ഗുരുവിലും, ഏത് വലിയ സന്യാസിയിലും, ഏത് വലിയ ശ്രേഷ്ഠ വ്യക്തിയിലും സൂപ്പർ ഈഗോയുടെ ചില പബ്ലിക് പേഴ്സണാലിറ്റി മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ഇമ്പൾസും അതുപോലെ പ്രബലമാണ്. അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും നമ്മൾ ചില വാർത്തകളൊക്കെ കണ്ടിട്ട് പറയുന്നു, അയ്യോ അവരങ്ങനെ ചെയ്തു, എന്നാലും അങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറയാം. അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കാരണം എന്താണ്? ചില ദുർബല നിമിഷങ്ങളിൽ ഈ ഇമ്പൾസ് അവിടെ അധികാരം കൈയാളും, നമ്മുടെ ഈഗോ അതിലേക്ക് പോകുന്നു, നമ്മൾ തെറ്റുകാരായി മാറും, കുഴപ്പക്കാരായി മാറും അല്ലേ. ഇത് പറയാൻ കാരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകർക്കും ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്കും ഇത് ബാധകം. നന്മയും തിന്മയും ഒരേപോലെ ശക്തമായിട്ടിരിക്കുന്നവരാണ്. ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് ഒരു തീരുമാനം, ശരിയായ ഈഗോ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സോ ഹൗ ടു നർച്ചർ ദ right type of ego or an integrated ego among the learner. That is the responsibility of the teacher. ഈ രണ്ട് ശക്തികൾ ഉണ്ടെന്നുള്ള ബോധ്യം കുട്ടികൾക്ക് കൊടുക്കുന്നതിന് എത്ര പ്രധാനപ്പെട്ടത് അല്ലേ. നമ്മളും അങ്ങനെ ചിന്തിക്കണം. അധ്യാപകരെ കുറിച്ച് നമ്മൾ പൊതുസമൂഹം പലപ്പോഴും മോശപ്പെട്ട ചില ധാരണകൾ സാമാന്യവൽക്കരിച്ച് പറയുന്നതിന് കാരണം എന്താണ്? ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അധ്യാപകർ മോശക്കാരായതുകൊണ്ടല്ല, നല്ല അധ്യാപകരിൽ നല്ല അംശങ്ങൾ കാണും. പക്ഷേ അല്ല, സംടൈംസ് അല്ലേ, ചില സാഹചര്യങ്ങളിൽ ഈ പറയുന്ന ഇൻസ്റ്റിങ്ക്റ്റ് അവരെ കൂടുതൽ ഭരിക്കുമ്പോൾ അവർ തെറ്റുകാരായി മാറും. അപ്പൊ അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു ബോധ്യം നമുക്കുള്ളത് നമ്മുടെ സൂപ്പർ ഈഗോയോട് ചേർന്നുള്ള ഒരു ഈഗോ എപ്പോഴും തിരഞ്ഞെടുക്കുന്നതിനായിട്ട് നമുക്ക് സഹായകരമാണ്. നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മെ എപ്പോഴും ഇത് ബോധ്യപ്പെടുത്തുന്നു. ആരും അത്ര വലിയ പുള്ളികളൊന്നും അല്ല കേട്ടോ, നമുക്ക് ചില കുഴപ്പങ്ങളൊക്കെ ഉള്ളവരാണ്, ശ്രദ്ധിക്കണം എന്നൊരു തോന്നൽ ഇടയ്ക്കിടെ നമുക്ക് നൽകാനും സഹായകരം. നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ കുറിച്ചും നാം ഇത് തന്നെയാണ് കാണുന്നത്. ഇവരെല്ലാവരിലും നന്മയുള്ളതുപോലെ തന്നെ തിന്മയുടെ അംശങ്ങളും ഉണ്ട്. ആ തിന്മയുടെ അംശങ്ങളെ റെഗുലേറ്റ് ചെയ്ത് നന്മ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആൻഡ് ദ സെക്കൻഡ് തിയറി ഈസ് യൂഷ്വലി ടേംഡ് ആസ് ദ ട്രേറ്റ് തിയറി, പ്രൊപ്പോസ്ഡ് ബൈ ആൽപോ, കാറ്റലൈസർ. ഇതൊക്കെയുണ്ട് ട്രേറ്റ്സ്. ട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പെർമനന്റ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് ചില ഗുണങ്ങൾ ചില വ്യക്തികളിൽ, അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു വ്യക്തിയുടെ പര്യായമായി തന്നെ ചില ഗുണങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ അതാണ് ട്രേറ്റ് എന്ന് പറയും. മഹാന്മാരൊക്കെ അങ്ങനെ അവരെ ഒറ്റ ട്രേറ്റ് കൊണ്ട് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നോൺ വയലൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്ന ആരാണ്? ഗാന്ധിയാണ്. സോ ദാറ്റ് ഈസ് ദ കാർഡിനൽ ട്രേറ്റ് ഓഫ് ഗാന്ധി. ഒറ്റ ഒരു ഗുണം കൊണ്ട് നമുക്ക് ഗാന്ധിയെ തിരിച്ചറിയാൻ പറ്റും. അതാണ് ഗാന്ധി. മദർ തെരേസ എന്ന് പറയുമ്പോൾ കമ്പാഷൻ, ചാരിറ്റി, സർവീസ്, ഏത് വേണമെങ്കിലും പറയാം. അത്തരം ചില ട്രേറ്റ്സ് ആണ് വ്യക്തികളെ മഹാന്മാരാക്കി മാറ്റുന്ന, മഹത് വ്യക്തികളാക്കി മാറ്റുന്ന. റെവല്യൂഷൻ എന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ആരാണ്? ചെഗുവരെ അല്ലേ. ദെൻ ജീനിയസ്, ഐൻസ്റ്റീൻ. So a single trait is enough to describe the whole personality. നമ്മൾ പക്ഷെ അത്രയും മഹാന്മാരും മഹതികളൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മളെ ഒന്ന് വിശേഷിപ്പിക്കണേ നമ്മൾ എന്തെല്ലാം ചേർത്ത് കൊണ്ടുവരണം അല്ലേ. നമ്മളെ ഒന്ന് വിശേഷിപ്പിക്കാൻ
you can do an activity. Which are the most important adjectives that highlight you? നിങ്ങളെ തന്നെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ആഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? അതാണ് നിങ്ങളുടെ ട്രേറ്റ്സ്. പക്ഷെ 4 5 ഒക്കെ പറഞ്ഞാൽ പോലും നിങ്ങളെ കണ്ടെത്താൻ പറ്റത്തില്ല. ഒരു ക്ലൂ തരാം ആരാണെന്ന് പറയാമോ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ്, സ്മാർട്ട്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കണ്ടെത്തും? ഒരിക്കലും അല്ലേ? സോ വി ആർ എ കോമ്പിനേഷൻ ഓഫ് എ ലോട്ട് ഓഫ് ട്രേറ്റ്സ്. അപ്പോൾ ഇത്രയധികം ട്രേറ്റ്സ് നമുക്കുണ്ട് എന്നുള്ളതൊരു നല്ല കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒക്കെ പ്രോമിനന്റ് ആയിട്ടുള്ളത് വരുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് നമുക്ക് ഇടുന്ന ഓരോ പേരുകളൊക്കെ ഉണ്ട്. അധ്യാപകരെ കുറിച്ചൊക്കെ പറയത്തില്ല, കലിപ്പനാണ്, കലിപ്പാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? കൂടുതൽ സമയം കാണുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ് കലിപ്പിന്റേതാണ്. ടീച്ചറെ കുറിച്ച് കുട്ടികൾ പറയുന്നത് ശോകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ശോകമാണെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ട്രേറ്റ്. കുട്ടികൾ ഏത് ട്രേറ്റ് ആണ് കൂടുതൽ കാണുന്നത് അത് വെച്ചാൽ നമുക്ക് പേര്. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്റെ പേഴ്സണാലിറ്റി ട്രേറ്റ് എന്തൊക്കെയാണെന്ന് അവരോട് ചോദിച്ചാൽ. സോ ദിസ് ഇസ് അബൌട്ട് ട്രേറ്റ് തിയറി. ഓരോ കുട്ടിക്കും കുറെ അധികം ട്രേറ്റ്സ്. സോ വിച്ച് ആർ ദ പോസിറ്റീവ് ട്രേറ്റ്സ് ടു ബി നറിഷ്ഡ് ആൻഡ് ഹൈലൈറ്റ്? അതാണ് അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് മാറേണ്ടത് അല്ലേ? നമുക്കും അങ്ങനെ തന്നെയാണ്. ഒരു ടീച്ചർ എന്നുള്ളതല്ലേ, കോൺഫിഡൻസ് ഇസ് എ ട്രേറ്റ്. ആം ഐ എ കോൺഫിഡന്റ് ടീച്ചർ? അത് ഞാൻ തീരുമാനിക്കേണ്ടതാണ്. സോ ദിസ് ഇസ് അബൌട്ട് ട്രേറ്റ്സ്, ടീച്ചർക്ക് വേണ്ടതാണ്. Then we come to humanistic theories. പേഴ്സണാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറീസ് ആണ്, ഏറ്റവും നല്ല തിയറികളാണ് ഹ്യൂമാനിസ്റ്റിക് തിയറി. മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ വളർച്ച വളരെ പ്രധാനപ്പെട്ടതാണ്. കാൾ റോജേഴ്സ് ആൻഡ് മാസ്ലോ, they contributed for this. The self-worth, the self-concept, the self-esteem, these are very important. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എന്റെ വില, ഞാൻ എനിക്ക് കൊടുക്കുന്ന മതിപ്പ്, ഇതൊക്കെ എന്താണ്? അതാണ് ഹ്യൂമാനിസ്റ്റിക് തിയറിയിൽ റോജേഴ്സ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അധ്യാപകരും സമൂഹവും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഹു ഈസ് എ ഗുഡ് പേഴ്സൺ, ഹു ഈസ് എൻ ഐഡിയൽ സെൽഫ് അല്ലെ? ഏറ്റവും നല്ല വ്യക്തി ആരാണെന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചമച്ചു വെച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ അടുത്ത് നമ്മൾ പോയി നിന്നിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യുക, ഈ ആളും ഞാനും തമ്മിൽ എവിടെയാണ്? ഈ അകലം കൂടും തോറും നമുക്ക് നമ്മെക്കുറിച്ചുള്ള മതിപ്പ് കുറയും. സോ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനിതൊന്നും അല്ലല്ലോ. അപ്പൊ അകലം കൂടുന്തോറും നമ്മൾ കൊടുക്കുന്ന വില നഷ്ടപ്പെട്ടു. സോ ഹൗ ഡു വി പ്രൊവൈഡ് ദ റിഫ്ലക്ഷൻ ഓർ ദി ഇമേജ് ഓഫ് എ ഗുഡ് പേഴ്സൺ ആസ് എ ടീച്ചർ? ഒരു നല്ല വ്യക്തി ആരാണെന്നൊരു ടീച്ചർ കൊടുക്കുന്ന സങ്കല്പം ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടി അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുന്നെന്ന് പറയും. അപ്പൊ അപ്രാപ്യമായിട്ടുള്ള ഒരു ഇമേജ് കൊടുത്തിട്ട് കാര്യവും ഇല്ല. ലോകത്തൊരിക്കലും നേടാൻ പറ്റാത്ത ഗുണഗണങ്ങളുള്ള ഒരാളെ നമ്മൾ ദിസ് ഇസ് ഐഡിയൽ പേഴ്സൺ എന്ന് കൊടുത്തിട്ട് കാര്യമൊന്നും. ഇപ്പോഴും കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ ആദരിക്കുന്ന വ്യക്തിത്വം ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ കുട്ടികൾ ഇപ്പോഴും മദർ തെരേസയും ഗാന്ധിയും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവിച്ചിരിക്കുന്ന ആരെ അവർ കണ്ടെത്താൻ പറ്റുന്നു. കാരണം എന്താണ്? അവർ ഐഡിയൽ സെൽഫ് എന്ന് കാണുന്നത് പണ്ടെങ്ങോ മരിച്ചുപോയി ഇപ്പോഴും അവിടെ ഇവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. ജീവിച്ചിരിക്കുന്നവരിൽ പലരും ഐഡിയൽ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ എത്ര വലിയൊരു ഗ്യാപ്പാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഗാന്ധി ആകാൻ പറ്റും, നമുക്ക് മദർ തെരേസ ആകാൻ പറ്റും, ഒരിക്കലും ഇല്ലല്ലോ. നമുക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ ആകാൻ പറ്റും. അപ്പൊ ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ല. അപ്പൊ ഇവിടെ ഒക്കെ ടീച്ചറുടെ റോൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനിയും ഈ മാസ്ലോസ് തിയറി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല തിയറിയാണ്. അദ്ദേഹം പറയുന്നത് ദ സെൽഫ് ആക്ച്വലൈസേഷൻ, വി ഓൾ ആർ സ്ട്രൈവിംഗ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. നമ്മൾ നമ്മളായിത്തീരുന്ന പ്രക്രിയയിലേക്കുള്ള യാത്രയിൽ. അപ്പൊ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ചിത്രത്തിലേക്ക് നോക്കിയാൽ അറിയാം. വി ഓൾ ഹാവ് സർട്ടൻ നീഡ്സ് ആൻഡ് വൈൽ വി സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് നാച്ചുറലി വി ഗോ ടു ദിസ് ഹൈറാർക്കി, വി ഗോ ടു ദ ഹയർ ലെവൽസ് ഓഫ് ദ ഹൈറാർക്കി. നമുക്ക് ചില ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, പാർപ്പിടം വേണം, ഭക്ഷണം വേണം അല്ലേ? അത് നമ്മുടെ നീഡാണ്. നമുക്ക് സുരക്ഷ വേണം, നമുക്ക് സ്നേഹം വേണം, നമുക്ക് നമ്മുടേതായിട്ടുള്ള റെസ്പെക്ട് കിട്ടും. അതിലൂടെ നമ്മൾ അവസാനം നമ്മൾ ആക്ച്വലൈസേഷനിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മാസ്ലോയുടെ തിയറി. ഇറ്റ്സ് എ ഗുഡ് തിയറി, ബട്ട് വി ഹാവ് ടു റിഫ്ലക്ട് അപ്പോൺ ഇറ്റ്. ഞാൻ വിശ്വസിക്കുന്നത് ജീവിതത്തിൽ ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചിട്ട് എന്ന് സെൽഫ് ആക്ച്വലൈസേഷൻ സാധിക്കാനാണ്. ഏത് സാഹചര്യത്തിൽ പെട്ടാലും എത്ര വലിയ നിലയിലെത്തിയാലും എല്ലാ ഫിസിക്കൽ നീഡ്സും നമുക്ക് സാധിക്കാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് സുരക്ഷ എന്ന് പറയുന്നത് എത്രയോ റിലേറ്റീവ് ആയിട്ടൊരു കോൺസെപ്റ്റാണ്. എവിടെ വെച്ചാണ് നമുക്ക് പൂർണ്ണ സുരക്ഷ ഫീൽ ചെയ്യാൻ പറ്റുന്നത്? സ്വന്തം വീട്ടിൽ പൂർണ്ണമായ സുരക്ഷിതത്വം നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇപ്പൊ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എത്ര റിലേറ്റീവ് ആണ്. ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സ്നേഹം നമ്മൾ
വളരെ ജനറലൈസ് ചെയ്ത് നാം സ്നേഹിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും സത്യത്തിൽ ഒരു നൂൽപാലത്തേക്കുള്ള യാത്രയാണ് ഓരോ സ്നേഹവും. അത് എവിടെ വെച്ച് വേണമെങ്കിലും മുങ്ങി അല്ലേ? തീർച്ചയായിട്ടും. ആൻഡ് എസ്റ്റീം, ആരാരെ ബഹുമാനിക്കുന്നു, ആരാരെ റെസ്പെക്ട് ചെയ്യുന്നു, എന്ത് മതിപ്പാണ് പരസ്പരമുള്ളത്, എന്ത് മതിപ്പാണ് നമുക്ക് നമ്മളോട് തന്നെ ഏത് സമയത്തും, അതുമൊക്കെ അസ്തമിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ നേടിയെടുത്ത് സന്തോഷിച്ചിട്ട് അവസാനം നമ്മൾ നമ്മളായി തീരാം. എല്ലാ ശാരീരിക ആവശ്യങ്ങളും, എല്ലാവരും എന്നെ സ്നേഹിച്ചു, എനിക്ക് എല്ലാവരും ഇവിടുന്ന് റെസ്പെക്ട് കിട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ഞാനാകാമെന്ന് തീരുമാനിക്കുന്ന ഒരു അബദ്ധമല്ല. ഇതിൽ ചിലതൊക്കെ ഇല്ലെങ്കിലും എനിക്ക് ഞാനാകാൻ പറ്റും അല്ലേ? എല്ലാ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തിട്ടല്ല നമ്മൾ നമ്മളാകെ. അത് നമ്മുടെ കുട്ടികൾക്കും പകർന്നു കൊടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് എന്തും നേടാൻ വേണ്ടി, എന്തും അപ്പോ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാറുള്ള ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സിൻഡ്രോം, ഇപ്പം ആഗ്രഹിക്കുന്നത് ഇപ്പൊ തന്നെ കിട്ടണം എന്ന് കുട്ടികൾ ശഠിക്കുന്ന കാലത്ത് ചിലതൊക്കെ നഷ്ടപ്പെട്ടാലും, ചിലതൊന്നും ഇല്ലെങ്കിലും, ചിലതൊന്നും ഒരിക്കലും ലഭ്യമല്ലെങ്കിലും എനിക്ക് ഞാനായി മാറാൻ പറ്റുമെന്നുള്ള ബോധ്യത്തിലേക്ക് കുട്ടികളെ നയിക്കുക എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ ഒബ്സർവേഷൻ ലേൺ, ഏറ്റവും റെലവെന്റ് ആയിട്ട് പറയുന്ന പേഴ്സണാലിറ്റി തിയറി അതാണ്. വി ഡെവലപ്പ് പേഴ്സണാലിറ്റി ത്രൂ ഒബ്സർവേഷൻ, ഇമിറ്റേഷൻ ആൻഡ് ഇന്റേണലൈസേഷൻ. നിരീക്ഷണത്തിലൂടെയാണ്, കാണുന്നതിലൂടെയാണ്, അനുകരിക്കുന്നതിലൂടെയാണ് കുട്ടികൾ പലതും സ്വന്തമാക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ആരെയൊക്കെ അനുകരിക്കണം എന്നുള്ള വലിയ സംഘർഷാവസ്ഥയിലാണ് കുട്ടികൾ. ആരെയാണ് അനുകരിക്കേണ്ടത്? അനുകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഹിയർ ഇസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് റോൾ മോഡൽസ്. ടീച്ചേഴ്സ് ആസ് റോൾ മോഡൽസ് നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്. എന്താണ് റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ? there are many people who are observing me, then is there anything there for them to imitate? കണ്ടു പഠിക്കാൻ എന്തെങ്കിലും എനിക്കുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നുണ്ടോ എന്റെ സാന്നിധ്യത്തിലൂടെ ചിലതൊക്കെ അവർ ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്, അത് നല്ലതായിരിക്കണം. then that is known as role model. So the personality is the product of all these things. കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി രൂപീകരിക്കുന്നത്. And the most important concept of personality, the emerging aspect of personality is holistic personality. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വരും ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റി അടിസ്ഥാനമാക്കിയാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഒരു ടീച്ചറുടെ attitudes, values, beliefs, behavior, knowledge, interpersonal relationship, everything contribute to the development of a child. അതായത് ടീച്ചറുടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കുട്ടികളിലേക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണ് കുട്ടി അതിനെ കാണുന്നത്. That will influence the physical development, spiritual development, social development, emotional development, intellectual development, and mental development of the learner. And this is the holistic development. ബുദ്ധി മാത്രം അങ്ങ് വളർന്ന് പോയാൽ പോരല്ലോ അല്ലേ? ആരോഗ്യം വേണ്ടേ? നല്ല വൈകാരിക ഭദ്രത വേണ്ടേ? സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടേ? അത്യാവശ്യം ഒരു ആത്മീയപരമായിട്ടുള്ള ബോധ്യങ്ങൾ ഉണ്ടാവേണ്ട. അനാപത്ത് അല്ലേ? ആപത്തുണ്ടാകുന്ന, ആപത്തിൽപ്പെടുന്ന ആത്മീയതയിലേക്കൊക്കെ പോകുന്ന കാലത്ത്, ബുദ്ധിയുള്ളവർ പോലും അതിൽ പെട്ടുപോകുന്ന കാലത്ത്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റിയിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് അധ്യാപകർക്ക്. The teacher should have a holistic personality. നമുക്ക് നമ്മുടേതായിട്ടുള്ള കൃത്യമായ ചില പൂർണ്ണത എന്നല്ല, സമഗ്രത, നമ്മുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ മൂല്യങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിലൊക്കെ ചില സമഗ്രതയുണ്ടാകും. ആ സമഗ്രതയാണ് കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത്. So it means that we have to integrate the content transaction with value transaction, attitude transaction, and skill transaction, and many things. വെറും പാഠപുസ്തകം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോകുന്നവരല്ല നാം. നമ്മളിവിടെ ചില വാല്യൂസ് എന്ന് പറഞ്ഞാല് സത്യസന്ധത ഒരു വാല്യൂ ആണ്. പക്ഷെ എത്രത്തോളം സത്യസന്ധരാണ് നമ്മളൊക്കെ? അത് പകർന്നു കൊടുക്കാനുള്ള യോഗ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരേ ഒരു വാല്യൂ ഉണ്ട്, അത് മാനുഷികതയാണ്. എന്റെ മുൻപിലുള്ള, ഞാൻ കാണുന്ന ഏതൊരു വ്യക്തിയും, എന്റെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളും, ജാതി ഏതുമാകട്ടെ, നിറം എന്തുമാകട്ടെ, സാമ്പത്തിക സ്ഥിതി എന്തുമാകട്ടെ, ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് വേണ്ട പരിഗണന ആ കുട്ടി അർഹിക്കുന്നുണ്ടെന്നുള്ള എന്റെ ബോധ്യത്തിൽ ഞാൻ ചെയ്യുന്നതൊക്കെ വാല്യൂസ് ആയിട്ടുണ്ട്. അത്രയോ, വേറെ ഒരു നിർവചനമില്ല എന്നാണ് എന്റെ വിശ്വാസം. ആറ്റിറ്റ്യൂഡ്, എന്റെ മനോഭാവങ്ങൾ അതനുസരിച്ച് മാറും.
മൈ സ്കിൽസ് പല വ്യത്യസ്ത തരത്തിൽ ഞാൻ കൊടുക്കേണ്ടി വരും. അതിലൂടെയെല്ലാം ഞാൻ ഒരു എനർജി ട്രാൻസാക്ഷൻ ക്ലാസ്സിൽ കൊടുക്കുമ്പോഴാണ് ക്ലാസ് പോസിറ്റീവായിട്ട് മാറും. ഒരു എനർജി ട്രാൻസാക്ഷൻ, ഒരു ഊർജ വിനിമയം. ടീച്ചർ ഇസ് എ സോഴ്സ് ഓഫ് എനർജി. സംശയം എന്താണ്? ആ എനർജി എനിക്ക് എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളിലേക്ക് എത്രമാത്രം കൊടുക്കാൻ പറ്റുന്നുണ്ട്, അപ്പോഴാണ് ക്ലാസ് പോസിറ്റീവായിട്ട് മാറും. നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നത് പോലെ when an atom gives an electron, it becomes positive ion. അല്ലേ? അതുപോലെ ഞാൻ ഊർജം കൊടുക്കും തോറും എനിക്ക് കൂടുതൽ ഊർജം ഉണ്ടായിക്കൊണ്ടിരിക്കും, പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് കൊടുക്കും തോറും ഏറിടും. വിദ്യാധനത്തെ കുറിച്ച് ഉള്ളൂർ അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്? കൊടുക്കും തോറും ഏറിടും എന്ന് പറയുന്ന അതാണ് ഊർജം. കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഒരു ഊർജ കൈമാറ്റമാണ്. എന്താണ് ഊർജം? ഫിസിക്സ് തന്നെ ഡിഫൈൻ ചെയ്യുന്ന ഊർജം, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ഡു വർക്ക്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് കോസസ് തിങ്സ് ടു മൂവ്. എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായ അവരുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യാനുള്ള കഴിവ് കൊടുക്കുന്ന പ്രക്രിയയാണ് ഊർജ കൈമാറ്റം. എന്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതിരിക്കുമ്പോൾ ഒന്ന് ചലിപ്പിക്കാൻ, ടു മൂവ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ, അതിനുള്ള ബലം കൊടുക്കുന്ന വ്യക്തിയാണ് ടീച്ചർ. അതാണ് പോസിറ്റീവ് ക്ലാസ്. എത്ര ക്ലാസ് മുറികളിൽ നമ്മൾ ഇരുന്നിട്ടില്ല, എന്ത് ചെയ്യണമെന്നൊരു എത്തുപിടിയും കിട്ടുന്നില്ല. അധ്യാപകരും ഏതാണ്ടൊക്കെ പറയുന്നു. നോ എബിലിറ്റി ടു ഡു ദ വർക്ക്. ബി.എഡിനാണ് എന്തുമാത്രം വർക്കുണ്ടല്ലേ? വർക്ക് ചെയ്ത് മടുക്കുവാണ്. അപ്പൊ ഒരു എനർജി ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ടീച്ചർ വരുന്നു, നമ്മൾ ഉടൻ തന്നെ നമ്മുടെ വർക്കിലേക്ക് പോകും. എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള ചലനമറ്റ അവസ്ഥ എനിക്ക് ക്ലാസ്സിൽ ഉണ്ടാവത്തില്ല. I will get the force that cause me to move forward. So this is the responsibility of the teacher in the new era. പുതിയ കാലഘട്ടത്തിൽ ഇതാണ് അധ്യാപകരുടെ ധർമ്മം എന്ന് പറയും. ഒരു എനർജിയുടെ ഉറവിടമായിട്ട് മാറും. So this is transformative personality. Transformative personality that will transform all the negatives to a positive. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. There are 2 negatives here. അല്ലേ? ഞാൻ ആ നെഗറ്റീവിനെ സാവധാനം ഒന്ന് ചരിച്ചു, ഒന്ന് പെർപെൻഡിക്കുലർ ആക്കിയാൽ മതി. സോ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ട്രാൻസ്ഫർമേഷൻ ഇൻ ദ സിറ്റുവേഷൻ, ടു മേക്ക് ഇറ്റ് പോസിറ്റീവ്. അതാണ് ടീച്ചറുടെ ജോലി. ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ക്ലാസ്സിൽ കാണും. ബട്ട് വി ഹാവ് ടു ചേഞ്ച് ദ സർക്കംസ്റ്റൻസസ്, മേക്ക് ചേഞ്ച് സർട്ടൻ മൂവ്സ് സോ that will become positive. So transformative personality should be there. So what is ultimately a positive teacher? This is how the sand looks magnified up to 300 times. നമ്മൾ ചവിട്ടി നടക്കുന്ന മണലാണ്. ഒന്ന് നോക്കിക്ക് എത്ര സുന്ദരമാണ്. ഓരോ മണൽത്തരിക്കും അതിസുന്ദരമായ രൂപവും നിറമും എത്ര നല്ല ആകർഷണീയമായ രൂപവും നമ്മൾ തിരിച്ചറിയുന്നില്ല. തിരിച്ചറിയുന്ന എപ്പോഴാണ്? when we use a magnifying glass and it is magnified up to 300 times. ടീച്ചറുടെ ജോലി ഇതാണ്. ടീച്ചർ ഷുഡ് ബി an ability magnifier. കുട്ടികളുടെ ചെറുതും വലുതുമായ കുഴപ്പങ്ങളെ പർവ്വതീകരിച്ച് വലുതാക്കി കണ്ട് അവരെ കുഴപ്പക്കാരാക്കി മാറ്റുന്നതിന് പകരം അവരുടെ ഏറ്റവും നിസ്സാരപ്പെട്ടതെന്ന് കരുതുന്ന കഴിവുകളെ പോലും കണ്ടെത്തി മാഗ്നിഫൈ ചെയ്യും. അവരുടെ യുണീക്ക് ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് ക്ലാസ് മുറി പോസിറ്റീവായിട്ട് മാറുന്നത്. ടീച്ചർക്ക് ഒരു നല്ല പേഴ്സണാലിറ്റി ഉണ്ടാകും. സോ വി ആർ സപ്പോസ് ടു enact this ability magnifiers. നമ്മുടെ കയ്യിൽ ഒരു മാഗ്നിഫയർ ആണ്. ഇപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ ഒരു മാഗ്നിഫയർ. അത് പക്ഷേ എന്തിനുള്ളതാണ്? കുഴപ്പങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ എത്ര എളുപ്പത്തിലാണ് കണ്ടെത്തുന്നത് അല്ലേ? അത് കണ്ടെത്തി വലുതാക്കി നമ്മൾ പബ്ലിസിറ്റി കൊടുത്ത് അവരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ വെൻ വി ട്രൈ ടു മേക്ക് എ ട്രാൻസിഷൻ ഫ്രം ദാറ്റ് ടു യൂസ് ദാറ്റ് മാഗ്നിഫയർ ടു ഐഡന്റിഫൈ ദ എബിലിറ്റീസ്, naturally the class will become positive and the teacher personality will reflect that positive energy for the students. I wish all of us can become teachers like this, who can generate positive energy in the class, and the students also will nourish themselves as positive people, and they will scatter the energy in the society. Thanks a lot for listening to me. If you have any doubts, of course, you can interact now. Thank you. സമയം ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.
ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിന്റെ അടുത്ത് ചോദിക്കാം. ഡൗട്ടൊന്നും ഇല്ല ടീച്ചർ, എല്ലാം മനസ്സിലായി. സാർ, ഹലോ സാർ. സാറേ. വോട്ട് ഓഫ് താങ്ക്സ്. സാർ ഉണ്ടോ നോക്കിയതായിരുന്നു. ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മുടെ വെബിനാർ സീരീസിന്റെ ഇന്നത്തെ ദിവസം ഈ വൈകുന്നേരം ഏറ്റവും ഇഫക്റ്റീവായി പ്ലസന്റ് ടീച്ചർ പേഴ്സൺ ഫോർ പോസിറ്റീവ് ക്ലാസ് റൂംസ്. പലപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുള്ള കാര്യങ്ങളുമാണ്. എന്നിരുന്നാൽ പോലും ഇത്രമാത്രം ഇഫക്റ്റീവായി ഇത്ര സിമ്പിളായിട്ട് ഇന്നത്തെ ഈ കാര്യങ്ങൾ ഒരു അധ്യാപക വിദ്യാർത്ഥിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ഉപകാരപ്രദമായ രീതിയിൽ, സിമ്പിളായി, എന്താ പറയാ, ഇതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലല്ലാതെ അതൊരു യഥാർത്ഥ ഓഫ്ലൈൻ രീതിയിലായിരുന്നു എങ്കിൽ ഇതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ആണ് ഞാൻ കൂടുതൽ ആലോചിച്ചു പോയത്. ഇത്ര ഓൺലൈൻ രീതിയിലായിട്ട് പോലും ഇത് ഇത്ര മാത്രം ടീച്ചർക്ക് ഗംഭീരമായ കുട്ടികൾക്ക് മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, ഇത്ര സിമ്പിളായി അവതരിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ, അത് ഓഫ്ലൈൻ ആയിരുന്നുവെങ്കിൽ എന്ന് ഇപ്പൊ ആഗ്രഹിക്കുക. ഇപ്പോ ഇന്നത്തെ നമ്മുടെ ഈ സെഷൻ കൈകാര്യം ചെയ്തത് നേരത്തെ സുനീത് സാറ് സൂചിപ്പിച്ചതുപോലെ Prof.Dr. Rosamma Philip മാഡം ആയിരുന്നു. സുനീത് സാറ് ആമുഖത്തില് സൂചിപ്പിച്ചു ടീച്ചറുടെ ഡിഗ്രികളെ കുറിച്ചും ഒക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. സുനീത് സാർ നമുക്ക് ആമുഖമായിട്ട് തന്നതാണ്. ഇന്നത്തെ ഈ ദിവസം ഏറ്റവും ലളിതമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികൾക്ക്, അധ്യാപക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു വെബിനാർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു ഓറിയന്റേഷൻ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാമായിരുന്നു എന്നതാണ്. പ്രിയപ്പെട്ട ടീച്ചർക്ക് റോസമ്മ ഫിലിപ്പ് മാഡത്തിന് ഞങ്ങളുടെ ബസേലിയസ് ഫാമിലിയുടെ പേരിലുള്ള എല്ലാവരുടെയും, ഞങ്ങളുടെ മാനേജ്മെന്റിന്റെ, ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ സ്വാഗതം സുനീത് സാറ്, പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികൾ, അതേസമയം തന്നെ ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് നമ്മുടെ സ്ഥാപനത്തിന്റെ വിജയകാംക്ഷികൾ, എല്ലാവരോടും നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള ഞങ്ങളുടെ ബസേലിയസ് കുടുംബത്തിന്റെ ഹൃദയപൂർവ്വമായ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു ടീച്ചർ. Thank you very much. Okay, thank you. Okay.